രാവിലെ തന്നെ ബിഗ് ബോസ് ഹൗസ് യുദ്ധഭൂമി ആയിരിക്കുകയാണ്. ഇന്നലത്തെ ആ ഒരു അണ്ടർഗാർമെന്റ് വിഷയമാണ് ജാസ്മിൻ വീണ്ടും എടുത്തിട്ട് ഒരു വഴക്കുണ്ടാക്കുന്നത് രാവിലെ. ജാസ്മിന് നാണമില്ല എന്നത് ഇതിനോടകം തന്നെ നമ്മൾ എല്ലാവർക്കും മനസ്സിലായതാണ്. എനിക്ക് നാണമില്ല എന്ന് വീണ്ടും വീണ്ടും ജാസ്മിൻ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള നാറിയ ഫൈറ്റുകൾ ഉണ്ടാക്കിയിട്ട് നാറി അവിഞ്ഞ് ചീഞ്ഞൊരു ഗെയിമാണ് ജാസ്മിൻ ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ജാസ്മിൻ നാശത്തിലേക്കാണ് പോകുന്നത്. ജിൻഡോ അത് പൊക്കിയെടുത്ത് കാണിച്ചിട്ടില്ല. ജാസ്മിൻ ഈ പറയുന്ന അണ്ടർഗാർമെന്റ്സ് ഒന്നും ജിൻഡോ പൊക്കിയെടുത്ത് കാണിച്ചിട്ടില്ല. പൊക്കിയെടുത്ത് കാണിച്ചാൽ അത് തെറ്റ് തന്നെയാണ്. അതവിടെ കിടപ്പുണ്ട് എന്ന് പറയുക മാത്രമാണ് ജിൻഡോ ചെയ്തത്. അതിൽ കയറി പിടിച്ച് മറ്റേ മീൻചന്തയിലെ ബാർഗെയിനിങ് പോലത്തെ വകുപ്പിറക്കിയത് ജാസ്മിനാണ്. പിന്നെ ഈ ഷോയ്ക്ക് ഒരു നിലവാരമുണ്ട്. അതിൽ നിലവാര തകർച്ച വരുന്നത് ഈ ഷോയുടെ മേക്കേഴ്സ് തടയുക തന്നെ വേണം. മീൻചന്ത നിലവാരം പോലും വെച്ച് പുലർത്താതെയാണ് ജാസ്മിന്റെ ആർഗ്യുമെന്റ് എല്ലാം. വെറുപ്പിച്ച് കളഞ്ഞു ശരിക്കും. പിന്നെ ഗബ്രി ഇവൻ ആരാ? ജാസ്മിന്റെ കെട്ടിയോനാണോ? ആണുങ്ങളോട് സംസാരിക്കണം, ആണുങ്ങളുടെ മൗത്ത് നോക്കി സംസാരിക്കാനാണ് ഇതിന്റെയോട് ഇവൻ പറയുന്നത്. ജാസ്മിന്റെ കെയർ ടേക്കർ ആണോ ഇവൻ? ജാസ്മിന്റെ മൗത്ത് പീസ് ആണോ? ഒരു ചുക്കുമല്ല, വെറും ഒരു കണ്ടസ്റ്റന്റ് മാത്രമാണ് ഗബ്രിയും. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരാൾ ഓപ്പോസിറ്റ് നിന്ന് സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു വകുപ്പടിക്കുന്നത് വെറും മോശം പരിപാടി തന്നെയാണ്. പിന്നെ ഈ ഒരു വഴക്ക് തുടങ്ങുന്നത് പാൻട്രിയിലെ ആ ഒരു ഉപ്പേരി പാക്കറ്റോ മറ്റോ ജിൻഡോ എടുത്ത് മാറ്റിയിട്ട് പറഞ്ഞു എനിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനങ്ങളോടെ വെക്കരുത് എന്ന്. അപ്പൊ ഉടനെ ജാസ്മിൻ ട്രിഗർ ആയിട്ട് പറഞ്ഞു താൻ മാത്രമേ ഉള്ളൂ പവർ ടീമിൽ, തനിക്ക് മാത്രമേ തിന്നാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചാൽ ആകെ സീനാക്കുന്നു. അവിടുന്നാണ് പിന്നെ ഈ ഒരു നാറിയ അണ്ടർഗാർമെന്റ് വിഷയത്തിലേക്ക് നീങ്ങുന്നത് കാര്യങ്ങൾ. എന്നിട്ട് ഇതൊരു മൂർച്ഛിക അവസ്ഥയിലെത്തിയപ്പോൾ ബിഗ് ബോസ് എല്ലാവരും ലിവിംഗ് റൂമിൽ വിളിച്ചിരുത്തി. പരസ്പരം തല്ലി മരിക്കണ്ട എന്ന് വിചാരിച്ച് വിളിച്ചതാണ് എന്ന് ബിഗ് ബോസ് പറയുന്നു. എനിക്ക് ചിരിയാണ് അത് കേട്ടപ്പോൾ വന്നത്. ബിഗ് ബോസ് വരെ സൈ കിട്ടി നിങ്ങളുടെ ഈ ഒരു ഇത് കാരണം. ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം. ജാസ്മിന്റെ ഈ നാറിയ വുമൻ കാർഡുകളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കിട്ടില്ല. യൂട്യൂബിൽ ബ്രാഡ് റിവ്യൂ ഇടാൻ മടിയില്ലാത്ത ആൾ ഈ കിടന്ന് ഷോ ഇറക്കുന്നത് എനിക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ജിൻഡോ എന്തെങ്കിലും ചെയ്യാൻ നോക്കിയിരിക്കുകയാണ് ഈ 4 എണ്ണവും. ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഒരു മിസ്റ്റേക്ക് വരാൻ നോക്കിയിരിക്കുകയാണ്. വേറെ ആരെന്ത് തെറ്റ് ചെയ്താലും അതൊന്നും ഇവരുടെ കണ്ണിന് പിടിക്കത്തില്ല. ജിൻഡോ തെറ്റ് ചെയ്താൽ മാത്രം അത് കണ്ണിന് പിടിക്കും. ജിൻഡോ ചെയ്താലും എന്ത് ചെയ്താലും വലിയ ആനക്കുറ്റം. എന്തായാലും ഈ പൊട്ടന്മാര് ജിൻഡോയെ പിടിച്ച് രാജാവാക്കാനുള്ള ഒരു ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതിലേക്കാണ് ഇതെല്ലാം നീങ്ങുന്നത്. ജിൻഡോ മിക്കവാറും രാജാവാവും. എന്ത് ചെയ്യാൻ? ഈ പൊട്ടന്മാരല്ലേ അവിടെ ഉള്ളത്.